സുന്നത്തു നോമ്പിന് നിയ്യത്ത് ചെയ്യുകയും ശേഷം ഭർത്താവ് അന്ന് നോമ്പെടുക്കണ്ട എന്ന് പറഞ്ഞതിനാൽ മുറിക്കുകയും ചെയ്താൽ ആ നോമ്പ് പിന്നീട് വീട്ടണം. ഇത് ഒരു പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായം വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. കാരണം വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ടല്ലോ, ലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ നിങ്ങളുടെ അമലുകൾ ബാത്തിലാക്കി കളയരുത്. അതുകൊണ്ടൊരു നോമ്പെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കണം, നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കണം എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. ഏറ്റവും ശരിയായിട്ടുള്ളത്, നമുക്ക് ഒരു സുന്നത്ത് നമസ്കാരമാണ്, അതിൽ നിന്നൊന്ന് കൈയഴിച്ച് പോരേണ്ടി വന്നു, എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു ആവശ്യമുണ്ടായിട്ട്, പിന്നീടത് നിസ്കരിച്ച് തീർക്കണം എന്നോ, അതല്ലെങ്കിൽ ഒരു നോമ്പ് തുടങ്ങി വെച്ചു, പിന്നീട് ആ നോമ്പ് മുറിക്കേണ്ടി വന്നാൽ അത് നോറ്റ് വീട്ടണമെന്നോ ഒരു നിർബന്ധം നമുക്ക് പറയാൻ വയ്യ. അത് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയാൻ വയ്യ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ തവണ നോമ്പെടുത്തിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഭക്ഷണം കാണുമ്പോൾ ഭക്ഷണം കഴിക്കും, എന്നിട്ട് പറയും ഞാൻ ഇന്ന് രാവിലെ നോമ്പുകാരനായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നോമ്പെടുക്കും. ചിലപ്പോൾ വീട്ടിലേക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ സമയം പള്ളിയിലിരിക്കും. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരും. എന്തെങ്കിലും കഴിക്കാനുണ്ടോ, ഭക്ഷണം വല്ലതുണ്ടോ എന്ന് ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയുമ്പോൾ എന്നാൽ ഇന്ന് നോമ്പാക്കാം. അപ്പോൾ സുബഹി കഴിഞ്ഞിട്ടാണ്. സുന്നത്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ഇളവുകളുണ്ട്. സുന്നത്ത് നോമ്പുകളുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ഇളവുകൾ നമുക്കുണ്ട്. നമുക്ക് ഒരു സുബഹി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഒന്ന് നോമ്പെടുക്കാൻ തോന്നുന്നത്, നമ്മൾ സുബഹിക്ക് ശേഷം ഭക്ഷണമോ വെള്ളമോ ഒന്നും കുടിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് നോമ്പ് തുടരാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ നോമ്പുകാരനായി പിന്നീട് ഒരു സദ്യയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ ചെയ്യേണ്ടി വന്നു, നമുക്ക് ആ നോമ്പ് ഒഴിവാക്കുകയും ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും.